blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസത്തെ എപ്പിസോഡ് സകലർക്കും ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സ് കിട്ടുവാൻ വലിയ ആഗ്രഹമുണ്ട്. തീർച്ചയായും ഞങ്ങളെ ബന്ധപ്പെടണം. ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിലോ അല്ലെങ്കിൽ ഇമെയിലിലൂടെയോ കത്തുകൾ വഴിയോ നിങ്ങളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ഞങ്ങളെ അറിയിക്കണം. നമുക്ക് ഒരുമിച്ച് ഈ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ യേശുവിന് വേണ്ടി നമുക്ക് ചെയ്യാം. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഏബ്രഹാം ആൻഡ് ജെലിൻ ഫ്രം ബെൽജിയം. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഏബ്രഹാം തോമസിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജോലിയിൽ കർത്താവെ ധാരാളമായ അനുഗ്രഹം വന്ന് ചൊരിയപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എഞ്ചിനീയറായി താൻ പ്രവർത്തിക്കുമ്പോൾ ദൈവമേ അതിനാവശ്യമായ വിസ്ഡം കർത്താവ് പകരുമാറാകണമേ. കുടുംബത്തിലെ സകല നന്മകളാലും കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ജെലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി കൊടുത്ത് കർത്താവെ നിൻ്റെ മകളെ നീ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാരൻസിനും സിബ്ലിങ്സിനുമായി പ്രാർത്ഥിക്കുന്നു. രണ്ട് വശങ്ങളിലുമുള്ള കർത്താവെ അങ്ങനെയുള്ളവരെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ എലിസബത്ത് തോമസിനായി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ക്യാൻസർ മാറി സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്കിൾ പി കെ വർഗീസിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ ഹൈ ക്രിയാറ്റിൻ ലെവൽ നോർമലായി മാറട്ടെ. താങ്ക് യു ഫാദർ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയും. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകർ ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ. താങ്ക് യു ഏബ്രഹാം ആൻഡ് ജെലിൻ ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ ഇന്ന് ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ള വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കോഴഞ്ചേരിയിൽ കഴിഞ്ഞ ഒരു മാസം നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ള ഒരു സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ വരുന്ന ജനത്തിൻ്റെ ദാഹം, ഒത്തിരി ദൂരെ നിന്നൊക്കെ ആളുകൾ വരികയും രാവിലെ തന്നെ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ജനത്തിന് ദൈവത്തിൻ്റെ വചനം കേൾക്കാനും സാന്നിധ്യം അനുഭവിക്കാനൊക്കെയുമുള്ള ആഗ്രഹം. അന്ന് അവിടെ ഓർഗനൈസ് ചെയ്തവർ പറഞ്ഞത് 2 പ്രാവശ്യം അവർ കൂടുതൽ കസേരകൾ കൊണ്ടുവന്നു. പുറത്ത് പന്തൽ ഉണ്ടാക്കി ആ പന്തൽ ഓവർഫ്ലോ ചെയ്തു. അതുപോലെ അന്ന് ആ ക്രൗഡിനിടയിലേക്ക് പരിശുദ്ധാത്മാവ് നിയോഗിച്ചപ്പോൾ ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിച്ച സമയത്ത് വാക്കിംഗ് സ്റ്റിക്കുമായി വന്നൊരു വ്യക്തി അത് മാറ്റി തന്നെ നടക്കാൻ തുടങ്ങി. ജനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി തടിച്ച് ഓടിക്കൂടുന്നതൊക്കെ ഈസ് റിയലി a great blessing to see the hunger of people for Jesus and His presence and His word. ആ അഭിഷേകം നിറഞ്ഞു നിന്ന് ആ മീറ്റിങ്ങിൽ നിന്നുള്ള സന്ദേശമാണ്, ക്ലിപ്പിങ്സാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതേ അഭിഷേകവും അനുഗ്രഹവും നിങ്ങളുടെ നിങ്ങളിലേക്കും ഇന്ന് പകരപ്പെടാൻ പോവുകയാണ്. ആഗ്രഹത്തോടെ ആവേശത്തോടെ ഇത് വാച്ച് ചെയ്താൽ.
തീത്തോസിന്റെ ലേഖനം 2:14 വാക്യം ഈ സമയത്ത് വായിക്കാം. സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി ശുദ്ധീകരിക്കേണ്ടതിന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു. ഒരു പ്രാവശ്യം കൂടെ ദേവദാസൻ അത് വായിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, നിങ്ങൾക്കും ചേർന്ന് വായിക്കാം. സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത, എല്ലാവരും ചേർന്ന്, നമ്മെ വീണ്ടെടുത്ത സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി ശുദ്ധീകരിക്കേണ്ടതിന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു. ഈ വചനത്തിനായി കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഗ്രേറ്റ്. ഇവിടെ പറയുന്നത് സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് നമ്മെ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ദൈവജനമാക്കി മാറ്റുവാൻ യേശു ചെയ്തത് സ്വന്തം ജീവൻ നമുക്ക് അവൻ തന്നു. എല്ലാവരും ചേർന്ന് പറയാം, യേശു അവൻ്റെ ജീവൻ എനിക്ക് നൽകി. ഒരു പ്രാവശ്യം കൂടെ, യേശു അവൻ്റെ ജീവൻ എനിക്ക് നൽകി. ദൈവത്തിൽ നിന്നും നാം എന്തെല്ലാം പ്രാപിക്കുന്നു? നീണ്ട ഒരു പട്ടികയാണ്. ആയിരക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് ആ ലിസ്റ്റിൽ എഴുതി ചേർക്കാം. എന്നാൽ ഇന്ന് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ചില കാര്യങ്ങൾ മാത്രം പറയാൻ പോവുകയാണ്. എത്ര പേർ ഹല്ലേലൂയ പറയും? ഒന്നാമതായി, ദൈവം നമുക്ക് അവൻ്റെ ജീവൻ നൽകുന്നു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുക, ദൈവം നിനക്ക് ദൈവത്തിൻ്റെ ജീവൻ നൽകുന്നു. അത് മനുഷ്യ ജീവനല്ല, പിന്നെ ഏത് ജീവനാണ്? ദൈവത്തിൻ്റെ ജീവൻ ദൈവം നമുക്ക് നൽകുന്നു. ഹല്ലേലൂയ. തീർന്നില്ല, ആ പട്ടിക മുന്നിലേക്ക് പോവുകയാണ്. അടുത്ത വാക്യമാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ദൈവം നമുക്ക് നൽകുന്നത് എന്തല്ല? ഒന്ന്, ദൈവം തൻ്റെ ജീവൻ അഥവാ തൻ്റെ നിത്യജീവൻ അവൻ നമുക്ക് നൽകുന്നു. രണ്ടാമതായി യോഹന്നാൻ 3:34 നമ്മൾ വായിക്കുന്നത് എന്തെന്നാൽ ദൈവം അയച്ചിരിക്കുന്നവൻ ദൈവത്തിന്റെ വചനവും പ്രസ്താവിക്കുന്നു. അവിടുന്ന് ആത്മാവിനെ അളവില്ലാതെ നൽകുന്നുവല്ലോ. കൈകളെ ഉയർത്തി പറയുക, ദൈവം തൻ്റെ ആത്മാവിനെ അളവില്ലാതെ എനിക്ക് നൽകുന്നു. കൈകളെ ഉയർത്തി ഒരിക്കൽ കൂടെ, ദൈവം തൻ്റെ ആത്മാവിനെ അളവില്ലാതെ നമുക്ക് നൽകുന്നു. ഒരു പ്രാവശ്യം കൂടെ പറയാം, ദൈവം തൻ്റെ ആത്മാവിനെ അളവില്ലാതെ എനിക്ക് നൽകുന്നു. ആദ്യം പറഞ്ഞത് ദൈവം നമുക്ക് തൻ്റെ ജീവൻ നൽകുന്നു. 2, തൻ്റെ ആത്മാവിനെ നൽകുന്നു. ചോദ്യം, എത്ര പേർക്ക് ദൈവത്തിന്റെ ജീവൻ വേണം? എത്ര പേർക്ക് ദൈവത്തിന്റെ ആത്മാവ് വേണം? സൗജന്യമായി ദൈവം തന്റെ ജീവനും ദൈവം തന്റെ ആത്മാവും നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദോഷികളാണ്, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക്, വീണ്ടും പറയാം, തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും? ശ്രദ്ധിച്ചു കേൾക്കണം. ആർക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? തന്നോട് ചോദിക്കുന്നവർക്ക്. അടുത്ത ആളോട് പറ, ചോദിച്ചാൽ കിട്ടും. വേറൊരാളോട് ചോദിച്ചാൽ കിട്ടും. പറഞ്ഞേ, ചോദിച്ചാൽ കിട്ടും. ചോദിച്ചാൽ, എന്ത് ചോദിച്ചാൽ? തൻ്റെ ആത്മാവിനെ ചോദിച്ചാൽ അത് നിനക്ക് ലഭിക്കും. എല്ലാ ദിവസവും ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ കൂടുതൽ പകരണമേ, ഇപ്പോഴുള്ള അഭിഷേകം പോരാ, ഇപ്പോഴുള്ള ശക്തി പോരാ, കൂടുതൽ നിറവ് വേണം, കൂടുതൽ ബലം വേണം, കൂടുതൽ കൃപ വേണം. എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്?
ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ എത്ര പേർക്ക് സാക്ഷ്യങ്ങളൊക്കെ കേട്ടു, ഒത്തിരി പ്രാർത്ഥിച്ചു, വിടുതൽ പ്രാപിക്കുന്നുണ്ട്. പക്ഷേ എത്ര പേർ മടങ്ങിപ്പോകുമ്പോൾ കൂടുതൽ ആത്മാവിൻ്റെ നിറവോടെ മടങ്ങിപ്പോകും? നിന്നെ മറ്റുള്ളവർ തിരിച്ചറിയും. കാരണം ദാനിയേലിന്റെ കാലത്ത്, ജോസഫിന്റെ കാലത്ത്, മോശയുടെ കാലത്ത്, ഓരോ ദൈവഭൃത്യന്മാരുടെയും കാലത്ത് അവരുടെ മേൽ വസിച്ചിരുന്ന ആത്മാവ് നിമിത്തം മറ്റുള്ളവർ അവരെ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവ് കൂടുതൽ പ്രാപിക്കുന്നവർ സാധാരണ മനുഷ്യരായിട്ടല്ല ജീവിക്കുന്നത്. നിന്റെ മേൽ അസാധാരണമായ ദൈവത്തിന്റെ ശക്തി, അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരും. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, അപ്പസ്തോലന്മാരുടെ കൈകളാൽ അസാധാരണമായ വീര്യപ്രവർത്തികൾ നടന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇവിടെ ഇരിക്കുന്ന നിന്നിലൂടെ അസാധാരണമായ ചില കാര്യങ്ങൾ ഈ ദേശത്ത് ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ D.L. മൂടി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരാളെ ദൈവം എത്രത്തോളം ഉപയോഗിക്കും എന്നുള്ളത് ഇന്നും ലോകം കണ്ടിട്ടില്ല, കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. D.L. മൂടി പറഞ്ഞു, ഞാനായിരിക്കട്ടെ ആ വ്യക്തി. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതുപോലെ ഇവിടെ ഇരിക്കുന്നവർ പറയണം, കർത്താവേ, ഈ തലമുറയിൽ ഞാനായിരിക്കട്ടെ ആ വ്യക്തി. ഈ തലമുറയിൽ കർത്താവേ, ഞാനായിരിക്കട്ടെ ആ വ്യക്തി. ഹല്ലേലൂയ. പൂർണ്ണമായി യേശുവിനായി സമർപ്പിച്ചു കൊടുത്താൽ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി പറഞ്ഞാലും, ദൈവം എനിക്ക്, ഉറക്കെ, ദൈവം എനിക്ക് തൻ്റെ ജീവനെ നൽകുന്നു. ദൈവം എനിക്ക് തൻ്റെ ആത്മാവിനെ നൽകുന്നു. ദൈവം എനിക്ക് തൻ്റെ ആത്മാവിനെ അളവ് കൂടാതെ നൽകുന്നു. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ പറഞ്ഞാൽ, കൈകൾ അടിച്ച് ഹല്ലേലൂയ പറഞ്ഞാൽ, 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാമത്തെ വാക്യം നമുക്ക് ഈ സമയത്ത് വായിക്കാം. അവിടുന്ന് മുഖേനയാണ് നിങ്ങൾ ക്രിസ്തുവേശുവിലായിരിക്കുന്നത്. ക്രിസ്തു, ഇനി കേൾക്കണം, ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും, ഞാൻ പറയുന്നത് നിങ്ങളും ചേർന്ന് പറയണം, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പും ആയിത്തീർന്നു. യേശു നമുക്ക് വേണ്ടി എന്തെല്ലാം ആയി തീർന്നു? ആർക്ക് പറയാം? യേശു നമുക്ക് വേണ്ടി എന്തെല്ലാം ആയി തീർന്നു? ജ്ഞാനമായി തീർന്നു, നീതിയായി തീർന്നു, വിശുദ്ധിയായി തീർന്നു, വീണ്ടെടുപ്പായി തീർന്നു. 4 കാര്യങ്ങൾ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന, യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന 4 കാര്യങ്ങൾ. എന്താണ് ആദ്യം? ഉറക്കെ പറയാം, ജ്ഞാനം. എത്ര പേർക്ക് ജ്ഞാനം വേണം? ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറയുന്നൊരു കാര്യമാണ്, പ്രാർത്ഥിക്കണമെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ജ്ഞാനം ലഭിച്ചാൽ എല്ലാം ലഭിക്കും. ചില ബിസിനസ്സുകാരൊക്കെ ബിസിനസ് ചെയ്ത് പൊട്ടി തോറ്റ് തൊപ്പിയിട്ട് സകലവും തീർന്നു പോകും. പ്രാർത്ഥിക്കേണ്ടത് എന്നെ അനുഗ്രഹിക്കണമേ എന്നല്ല, ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ജ്ഞാനം നിന്റെ തലയിൽ വരുമ്പോൾ പുതിയ ബിസിനസ് ടെക്നിക്കുകൾ കർത്താവ് നിനക്ക് നൽകും. മറ്റുള്ള പലരെക്കാളും ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ കർത്താവ് കൃപ തരും. ശുശ്രൂഷകർ പ്രാർത്ഥിക്കേണ്ടത് ജ്ഞാനത്തിന് വേണ്ടിയാണ്. സദൃശ്യവാക്യങ്ങൾ പറയുന്നു, ജ്ഞാനമുള്ളവൻ ആത്മാക്കളെ നേടുന്നു. ഹല്ലേലൂയ. നമുക്ക് ആവശ്യം എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനം. ബൈബിൾ പറയുന്നു, യേശു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ജ്ഞാനമായി തീർന്നു. യേശുവിനെ കൂടുതൽ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ കൂടുതൽ ജ്ഞാനം നിനക്ക് ലഭിക്കും. ഹല്ലേലൂയ. ബ്രദറെ, എൻ്റെ മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, തോന്നിയതുപോലെ ജീവിക്കുന്നു. അപ്പൊ ചിലർ പറയും വളർത്തിയതിന്റെ കുഴപ്പമാണ്. ഭർത്താവ് ഒന്ന് ഭാര്യയോട് പറയും നീ വളർത്തിയതിന്റെ കുഴപ്പമാണ്. ഭാര്യ ഭർത്താവിനോട് പറയും നിങ്ങൾ വളർത്തിയതിന്റെ കുഴപ്പമാണ്. നാട്ടുകാർ മാതാപിതാക്കളോട് പറയും അവരുടെ വളർത്തു ദോഷമാണ്. എവിടെയാണ് പ്രശ്നം കിടക്കുന്നതെന്ന് അറിയാമോ? ജ്ഞാനത്തോടുകൂടെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ ഈ വിഷയം വരില്ല. കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. കൈകൾ മലർത്തി പിടിച്ച് പ്രാർത്ഥിച്ചാലും, യേശുവേ, എന്നെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും
ആത്മാവിൽ നിറയ്ക്കണമേ. വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ നിറയ്ക്കണമേ. തന്നെത്താൻ പ്രാർത്ഥിക്കാം ശക്തിയോടെ. കർത്താവേ, പ്രാർത്ഥിച്ചോ. എന്നെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ നിറയ്ക്കണമേ. കൈകളെ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ, അങ്ങയുടെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ എൻ്റെ മേലങ്ങ് പകരണമേ. ആവശ്യബോധമുള്ളവരുണ്ടെങ്കിൽ ഈ ജനക്കൂട്ടത്തിന്റെ ശബ്ദത്തിന്റെ മുകളിൽ നിന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. കർത്താവേ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിൽ വചനം വായിക്കുമ്പോൾ ഗ്രഹിക്കുവാൻ, ചെയ്യേണ്ട ജോലി ചെയ്യുവാൻ, പഠിക്കേണ്ടതുപോലെ പഠിക്കുവാൻ, ദാമ്പത്യ ജീവിതം ജ്ഞാനത്തോടെ മുന്നിലേക്ക് കൊണ്ടുപോകുവാൻ, ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ, സാമ്പത്തികത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ ജ്ഞാനത്തിന്റെ ആത്മാവിനെ തരണമേ. ശുശ്രൂഷയിൽ ജ്ഞാനം നൽകണമേ. അടുത്തിരിക്കുന്ന ആളോട് പറ, എല്ലാ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എത്ര പേർ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും? കർത്താവേ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. കൈകൾ തട്ടി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാൽ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ, ഒന്ന്, ദൈവം തൻ്റെ ജീവൻ നമ്മുടെ മേൽ പകരുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവം തൻ്റെ ജീവൻ നിന്റെ മേൽ പകരുന്നു. വേറൊരാളോട് പറയുക, ദൈവം തൻ്റെ ആത്മാവിനെ നിന്റെ മേൽ പകരുന്നു. കൂടാതെ യേശുവിൽ നിന്നും നമുക്ക് ജ്ഞാനം ലഭിക്കുന്നു, നീതി ലഭിക്കുന്നു, വിശുദ്ധി ലഭിക്കുന്നു, വീണ്ടെടുപ്പ് ലഭിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൽ നിന്നും നമ്മിലേക്ക് സൗജന്യമായി വന്നുകൊണ്ടിരിക്കുന്ന ദാനങ്ങളാണ്. ഈ വചനം കേൾക്കുമ്പോൾ ഓരോന്നും ദൈവം നൽകുന്നെന്ന് പറയുമ്പോൾ അതിനെ പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. വിശ്വാസത്താൽ പിടിച്ചെടുക്കണം. അതല്ലാതെ പലരും ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. രാവിലെ മുതൽ വീട്ടുകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും അങ്ങനെ കാണുന്ന കാര്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇന്നു മുതൽ അങ്ങനെയല്ല ജീവിക്കേണ്ടത്. കാണാത്ത കാര്യങ്ങളിൽ കൂടെ ഫോക്കസ് ചെയ്ത് ദൈവികമായ, സ്വർഗീയമായ, ആത്മീയമായ കാര്യങ്ങൾ കൂടെ പ്രാപിച്ചെടുത്ത് ജീവിക്കാൻ, അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിച്ചാൽ നിന്റെ അകത്ത് ആത്മാവ് വളർന്ന് വളർന്ന് വളർന്ന്, യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശുവിൻ്റെ അകത്ത് തൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കൃപയിൽ വർദ്ധിച്ച് ജ്ഞാനത്തിൽ വളർന്ന് 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 വന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ശരീരം വളരുന്നുണ്ടായിരിക്കാം, എന്നാൽ ആത്മാവ് അകത്ത് വളരണമെങ്കിൽ ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ട ഈ കാര്യങ്ങളെല്ലാം പ്രാപിച്ചേക്കണം. കൈകൾ തട്ടി ദൈവത്തെ സ്തുതിക്കുക. ബ്രദർ, സിസ്റ്ററിന്റെ പേര് വിജയമ്മ എന്നാണ്. ഈ സിസ്റ്റർ പറയുന്നത് 3 വർഷമായിട്ട് തന്റെ തൊണ്ടയിൽ മുഴയുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. തൊണ്ടയുടെ അകത്താണോ പുറത്താണോ? അകത്ത് മുഴയുണ്ടായിരുന്നു, അത് വേദനയും ഉണ്ടായിരുന്നു. അമൃതയിലെ ഡോക്ടറാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. മരുന്നെല്ലാം കഴിക്കുമായിരുന്നു. സിസ്റ്റർ പറയുന്നത് ജൂലൈ 25-ാം തീയതി 2011 ജൂലൈ 25-ാം തീയതി ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുപിടിക്കുന്ന ബ്രദർ ഇങ്ങനെ മുഴയുള്ളവരെ സൗഖ്യമാക്കുന്നു. അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഈ സിസ്റ്റർ തൊണ്ടയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് ഒരാഴ്ചക്ക് ശേഷം വീണ്ടും എറണാകുളത്തുള്ള അമൃതയിൽ ചെന്നിട്ട് ഡോക്ടറെ കണ്ട് പരിശോധിച്ചപ്പോൾ അവിടെ മുഴയില്ല, പൂർണ്ണമായ മുഴ മാറി. മുഴ അകത്ത് നിന്ന് അപ്രത്യക്ഷമായി. അത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തായിരുന്നോ? ചെക്ക് ചെയ്ത ശേഷമാണ് അത് കണ്ടുപിടിച്ചത്. എത്ര നാളുണ്ടായിരുന്നു ഇത്? 3 വർഷം. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? 3 വർഷം തൊണ്ടയുടെ അകത്ത് മുഴയുണ്ടായിരുന്നു. എന്നാൽ ബ്ലെസ്സിംഗ് ടുഡേയിൽ പ്രാർത്ഥിച്ച് തിരിച്ചു നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആ മുഴ അവിടെ ഇല്ല. 3 വർഷമല്ല, 30 വർഷം മുഴയുണ്ടെങ്കിലും കർത്താവിന് എടുത്തു മാറ്റാൻ കഴിയും. കർത്താവ് ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം ശരീരത്തിൽ മുഴകളുള്ള വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ മുഴകളുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശരീരത്തിനകത്തും വെളിയിലുമുള്ള മുഴകൾ മലീഗ്നന്റ് ആയാലും അല്ലെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
ആമേൻ. ആമേൻ. ഈ സിസ്റ്ററിന്റെ പേര് ലില്ലിക്കുട്ടി തോമസ് എന്നാണ്. തിരുവല്ലയിൽ നിന്നാണ് ഈ സഹോദരി വരുന്നത്. സഹോദരി പറയുന്നത്, നമ്മുടെ പ്രേയർ കോൾ സെന്ററിൽ കുറെ വിഷയങ്ങൾക്ക് വേണ്ടി സഹോദരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും കർത്താവ് മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാറ്റിനും കിട്ടി. പക്ഷേ പ്രസക്തമായ 2 സാക്ഷ്യങ്ങൾ മാത്രം സഹോദരിയോട് പറയുകയാണ്. മകൻ ബിനോയ്ക്ക് വേണ്ടി താൻ ഒത്തിരി വർഷമായി ഗൾഫിൽ പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എല്ലാം പരാജയപ്പെട്ടു. പക്ഷെ നമ്മുടെ ബ്ലെസ്സിംഗ് കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തനിക്ക് നല്ലൊരു ജോലി വിദേശത്ത് ലഭിച്ചു. ഏത് രാജ്യത്താണ് കിട്ടിയത്? ദുബായിൽ കിട്ടി. അതിപ്പോ എത്ര നാളായി? 3 മാസമായിട്ട് അവിടെ ജോലിയിൽ കയറി. കമ്പനി നേരിട്ട് കൊണ്ടുപോയതാ. കമ്പനി തന്നെ നേരിട്ട് കൊണ്ടുപോയി. നല്ലൊരു വീസ കിട്ടി. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഉണ്ട്. മകളുടെ സാക്ഷ്യം അതിലും വലുതാണ്. മകൾക്ക് 32 വയസ്സായി. എന്നാൽ ക്രമേണ തന്റെ കാഴ്ചശക്തി കുറഞ്ഞു വരികയായിരുന്നു മകൾക്ക്. ഈ 32ാമത്തെ വയസ്സായപ്പോൾ തന്നെ പൂർണ്ണമായും ഇടത് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. തന്റെ ഈ ശസ്ത്രക്രിയക്ക് വേണ്ടി അങ്കമാലിയിലെ കണ്ണാശുപത്രി, അതുപോലെ കോട്ടയത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലും, അങ്കമാലി ലിറ്റിൽ ഫ്ലവറിലാണ്, കോട്ടയത്ത് വാസനിലെ ഹോസ്പിറ്റലിൽ കാണിച്ചു. വെറുതെ എന്റെ കണ്ണ് ഓപ്പറേഷൻ പോയപ്പോ കാണിച്ചതാ. അപ്പൊ ഡോക്ടർ പറഞ്ഞു വേറൊരാടെ കണ്ണ് മാറ്റി ഇവിടെ വെക്കണമെന്ന്. ആ കണ്ണ് റിപ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, മാറ്റി വെക്കണം, വേറൊരു കണ്ണ് വെക്കണം. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി നമ്മൾ വ്യാപാര ഭവനിൽ പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ വ്യാപാര ഭവനിൽ വെച്ചാണ് ബ്ലെസ്സി ഫെസ്റ്റിവൽ നടന്നത്. മോളെ കൊണ്ടുവന്ന് അവിടെ വെച്ച് അപ്പം ബ്രദർ പറഞ്ഞു കണ്ണ് മാറ്റി വെക്കാതെ കണ്ണിന് കാഴ്ച ലഭിക്കുമെന്ന്. ഇപ്പോൾ അവർക്ക് കാഴ്ചയുണ്ട്, അവർക്ക് പരിപൂർണമായി ഇപ്പൊ സൗഖ്യമുണ്ട്. കൈകളടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാൽ കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയും. ആമേൻ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മാനസിക നില തെറ്റിയ ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ശരിയായ സുബോധത്തിലേക്ക് അവർ തിരിച്ചു വരട്ടെ. ഭയം കൊണ്ടോ ചില പ്രത്യേക വേദനകൾ താങ്ങാൻ കഴിയാതെയോ സ്ട്രെസ് മൂലമോ ഒക്കെ പല കാരണങ്ങളാൽ മനസ്സിൻ്റെ നില തെറ്റിപ്പോയ പലരെയും കർത്താവ് യഥാർത്ഥ സുബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഒരു ഒത്തിരി മെഡിക്കേഷൻ എടുക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ദൈവികമായ പൂർണ്ണ വിടുതലിനായി നന്ദി പറയുന്നു. Worship you, Father, in Jesus' name. Breast cancer, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അല്ല, ബ്രസ്റ്റ് ലംബുള്ളൊരു വ്യക്തി വല്ലാതെ ഭയപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി സൗഖ്യമാകട്ടെ. ആ ലംബ് അപ്രത്യക്ഷമാകട്ടെ. ശ്വാസകോശങ്ങൾക്ക് തകരാറുള്ള വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്നു, ശരിയായി ശ്വസിക്കാൻ കഴിയാത്ത വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. വയറിൻ്റെ അകത്തുള്ള മുഴകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓവറിയുടെ സിസ്റ്റുകൾ സൗഖ്യമാകട്ടെ. നട്ടലിലെ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓവർ വെയിറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയെ കർത്താവ് വിടുവിക്കുന്നു. നിങ്ങൾ എത്ര ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടും തടി കുറയുന്നില്ല, വെയിറ്റ് കുറയുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് മുതൽ വ്യത്യാസം വരാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അത് സംഭവിക്കട്ടെ. കാൽമുട്ടിൻ്റെ ചിരട്ടയ്ക്ക് തകരാറുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. ഉപ്പൂറ്റിയിലെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ കർത്താവ് വ്യക്തമായി എന്നെ കാണിക്കുന്ന ചില കാര്യങ്ങൾ, സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ചിലരെ കർത്താവ് രക്ഷിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നു. ജോലി ഇല്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ. പല പ്രാവശ്യം ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടു പോയ വ്യക്തികൾ കർത്താവ് അത്ഭുതകരമായ അവർക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടാകട്ടെ. അതുപോലെ ഏതൊരു റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷെ ഇപ്പോൾ ഇനി ഏജ് തീർന്നു പോവും, അതുകൊണ്ട് ഇനി ഒരു ഭാവിയില്ല എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികൾ അല്ല. നിങ്ങളുടെ ഭാവി യേശുവിൻ്റെ കയ്യിലാണ്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർ വിവാഹങ്ങൾ നടക്കട്ടെ. വീടില്ലാത്തവർക്ക് വീടുണ്ടാകട്ടെ. എല്ലാറ്റിലും ഇവരെ ആത്മീയ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
നാളെ നമ്മുടെ ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ആൻഡ് യുവിലേക്ക് നമുക്ക് ഈ സമയത്ത് പോകാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഭൂമിയിൽ ഒന്നും അതിന് തുല്യമല്ല, ഭയമില്ലാത്തതായി അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്യം ബൈബിളിൽ ഏത് അധ്യായത്തിലാണ് ഉള്ളത്? ഓപ്ഷൻസ്: എ പുറപ്പാട് 32, ബി പുറപ്പാട് 5, സി ഇയ്യോബ് 41, ഡി ഉൽപ്പത്തി 41. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. ഇനി ബൈബിൾ ആനിയിലൂടെ വീണ്ടും കാണാം. ദൈവത്തിന്റെ അനുഗ്രഹാശിസുകളോടെ ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്റ്റുഡൻസ് ബ്ലെസ്സിംഗ് പ്രയർ എറണാകുളം ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ. ബ്രദർ ഡാമിയൻ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറക്കാതെ പങ്കെടുക്കുക, അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484422211. പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484422211. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.